നമസ്കാരം. ചാമക്കാല ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയൊക്കെ പിടിച്ചാൽ സൗണ്ടൊക്കെ പോയി കിടക്കുക. എന്നാലും ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് തന്നെ ടി വി തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ എമ്പുരാനെ കുറിച്ചിട്ടുള്ള വിവാദം തന്നെ കെട്ടടങ്ങിയിട്ടില്ല. പക്ഷെ അതൊന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ദിലീപിൻ്റെ വെക്കിട്ട് കയറിയതും. പക്ഷേ ഇപ്പം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാധ്യമങ്ങൾ പൊക്കി ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് വന്നിട്ടുള്ളത് ആർക്കൊക്കെ? ആന്റണി പെരുമ്പാവൂർ, മോഹൻലാൽ, പൃഥ്വിരാജ്. അപ്പോൾ ഇതിങ്ങനെ ഇനി തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഇനിയിപ്പോൾ പേടിയായി. എന്തായാലും മമ്മൂക്ക പാവം അത് പോയി ഇങ്ങനെ റെസ്റ്റിലായതുകൊണ്ട് ആൾ പിന്നെ ഒരു കാര്യത്തിനും ആരടുത്തൊന്നിനും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനും ഒരു കാര്യത്തിനും ഉണ്ടാവാറില്ല. പക്ഷെ ഇതൊക്കെ ഏതോ ഒരുത്തൻ്റെ കണ്ണുകടി, ഇവരെ പോലുള്ളവർ ഇങ്ങനെ വലിയ നിലയിലേക്ക് എത്തുന്നതിൻ്റെ കണ്ണുകടിയാണെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് തീരുമ്പോൾ ഒരു കേസ്. ഈ നികേഷ് കുമാറിനൊക്കെ നാണല്ലേ ഇങ്ങനെ അവർക്ക് കൊടുക്കേണ്ടത്, അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നൊന്നും മിണ്ടത്തില്ല. പക്ഷെ ഇത് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ ഒരു ന്യൂസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്ര ലക്ഷം കൊടുക്കണമല്ലോ. അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ ഇവർ കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവുള്ളൂ ഇപ്പോൾ ഈ ഇങ്ങനത്തെ തട്ടിക്കളിക്കണേ. കുറേ ദിവസം ഷാജൻ സക്രിയയുടെ മേലെയായിരുന്നു. പുള്ളി ഒതുങ്ങിയപ്പോൾ അതാ അടുത്ത ആൾ പൊന്തി. മറ്റുള്ള ചാനലുകളൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ. ഇവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു കണ്ണുകടി എല്ലാത്തിലും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ എന്താ പറയുക സുനി, അവനൊക്കെ വെറും എന്താ പറയുക വെറും ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ഫ്രോഡ് ആ ഇൻ്റർവ്യൂ കണ്ടാൽ തന്നെ അറിയത്തില്ലോ. അവൻ ആരോടാണ് നോക്കി പറയണത്, ക്യാമറ പിടിക്കുന്ന ആരാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എന്നിട്ടാണ് ഈ പുകില് മുഴുവൻ ഉണ്ടാക്കിയത്. അവൻ ഇതിനും മേടിച്ചിട്ടുണ്ടാവും കാശ്. അവൻ കാശ് കിട്ടാതെ അവനൊന്നും ചെയ്യൂല്ലോ. ഈ ഒരു കാര്യത്തിനും അവൻ കാശ് മേടിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് 100%. അല്ലെങ്കിൽ ഈ അവസാന നിമിഷം ഈ കേസ് ഒത്തീർപ്പാകുമ്പോൾ ഇങ്ങനെ ചെയ്യുമോ ആരെങ്കിലും? അതാണ് അവൻ പൈസ മേടിക്കാതെന്നും അവൻ നികേഷ് കുമാർ അവന് കൊട്ടയ്ക്ക് വാരിട്ട് കൊടുത്തിട്ടുണ്ട്, മൊട്ടരുണും. അല്ലാതെ ഒന്നും ഈ പൾസർ സുനി എന്തായാലും ഈ ഒരു കാര്യത്തിന് നിൽക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഇപ്പം എന്തായാലും സിനിമക്കാരുടെ ഒരു കഷ്ടകാല സമയമാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാനിപ്പോൾ റോട്ടിൽ കൂടെ നടന്നാണ് വീഡിയോ എടുക്കണം. സൗണ്ടൊക്കെ ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. അതെല്ലാവരും ക്ഷമിക്കാട്ടോ. കാരണം എന്താ വെച്ചാൽ സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട്. ഇങ്ങനെ ഓരോന്ന് കാണുന്നുണ്ട്. സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടൊന്നുമല്ല നമ്മൾ വീഡിയോ ചെയ്യണത്. നമ്മളെ മനസ്സിലുള്ള നാച്ചുറലായിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൾസർ സുനി എന്ന് പറയുന്നത് ലോക എന്താ പറയുക, അവനെ പറയാനായിട്ട് വാക്കുകളില്ല. മനസ്സിലായ? അവനെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി പറയേണ്ടി വരും. നമ്മളൊന്നും അങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് പറയാനറിയില്ല അവനെ എങ്ങനെ എന്ത് വിളിക്കണം എന്നുള്ളത്. എന്തായാലും കൊള്ളാം. പിന്നിപ്പോൾ മോഹൻലാലിനൊന്നും ഒരു തേങ്ങയും പോകാനില്ല. പിന്നെ ഇവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ് നടക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ മുട്ടുമ്പോൾ നല്ല എന്താ പറയുക അതിൻ്റേതായ ആൾക്കാരായിട്ട് മുട്ടണ്ടേ. പക്ഷെ ഞാനൊരിക്കലും തെറ്ററിയില്ല ആന്റണി പെരുമ്പാവൂരിനെ, മോഹൻലാലിനെ, പൃഥ്വിരാജിനൊന്നും ഞാൻ തെറ്ററിയില്ല. അവരുടേതായ ഒരു ബിസിനസ്സിൽ കൂടെ അവരൊരു സിനിമ ഉണ്ടാക്കി അത് തകർത്ത് തരിപ്പണം. അത് മെയിനായിട്ട് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇതിന് മുമ്പുള്ള ഇവരെ പ്രൊമോഷനിൽ പൃഥ്വിരാജും ഒക്കെ, മോഹൻലാലിനെ പറയില്ല, പൃഥ്വിരാജൊക്കെ കാണിച്ച ചില അഹങ്കാര വാക്കുകളുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കഥരെ ഇതൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, പറയാൻ സൗകര്യമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ചൊടിപ്പിക്കുന്ന വാക്കുകളല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഈ ഇവകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിനോടുള്ളൊരു വാശി ആൾക്കാർക്ക് ഉണ്ടായത് അവിടേക്കാണ്.
എന്നുവെച്ചാൽ ഇവർ പ്രൊമോഷൻ അങ്ങനെയാണ് നടത്തിയത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർ വളരെ സീക്രട്ടായിട്ട് ഒരാളെയും അറിയിക്കാതെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെയാണ് ചെയ്തത്. പക്ഷെ പടം കണ്ടു, നല്ല ഇഷ്ടമായി. പക്ഷേ അവിടെ ആൾക്കാർക്ക് ദേഷ്യം വന്നു. ആ ദേഷ്യമാണ് ഈ കലാപത്തിലേക്ക് എത്തിച്ചത്, അല്ലാണ്ട് വേറൊന്നല്ല. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും തരണം ചെയ്യാൻ നോക്കുക. പൃഥ്വിരാജായാലും മോഹൻലാലായാലും മറ്റാരായാലും ഇതിനകത്ത് കുറേ ആൾക്കാർ കിടന്ന് ഇങ്ങനെ കൂകി ഒച്ച വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ എല്ലാവരും കൂടിയിട്ട് സഹകരിച്ച് ഇത്രയും പൈസ മുടക്കിയതല്ലേ. ഇനിയിപ്പോൾ ഒക്കെ കൈവിട്ട് പോയ ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. ഗോകുലം ഗോപാലനായാലും മോഹൻലാലായാലും എല്ലാവരുടെ വീട്ടിലും റെയ്ഡും ഒക്കെ കൂടി വന്ന് ആകെ കോളാക്കി കൈ കൊടുത്തപ്പോൾ നികേഷിന് സുഖമായി. അതിനിടയിൽ വഖഫ് ബോർഡ് ബില്ല്, ഇത് എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഇതൊന്നും മനസ്സിലാവണില്ല, ആര് എന്ത് എവിടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഈ വക എന്താ പറയുക, ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാണുന്നവർ കാണുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ.